ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ള ധാരണകൾ എപ്പോ വേണമെങ്കിലും മാറി മറിയാം. എല്ലാ ധാരണകളും അല്പായുസാണ്. ഇപ്പൊ എന്റെ ഏട്ടന്റെ മനസ്സിലെ ധാരണകൾ മാറിയില്ലേ? ഒരു ദിവസം കൊണ്ട് നീ ഇത്രയ്ക്ക് മാറിയോ? എന്തൊക്കെ കാര്യങ്ങളാ ശിവ പറഞ്ഞത്? ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഗുരുജിയുടെ വാക്കുകളാ. കഴിഞ്ഞ രാത്രി മുഴുവൻ ഗുരുജി ഞാൻ സംസാരിക്കുകയായിരുന്നു. നേരം പുലർന്നപ്പോ എന്റെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും എനിക്ക് കിട്ടി. ഹലോ. ആ ടി കെ, അമലാദാസ് താമസിച്ച ഹോട്ടലിൽ അതിക്രമിച്ചു കയറിയ ആളിനെ തിരിച്ചറിഞ്ഞു. അത് ശിവയല്ല, ഒരു ആരാധകനാണ്. വെറുതെ ശിവയാണെന്ന് സംശയിച്ചു. താൻ അവനോട് ഇതൊന്നും ചോദിക്കണ്ട കേട്ടോ. അപ്പൊ ശരി. ശരി. ആരാ വിളിച്ചേ? കമ്മീഷണറാ. ഹോട്ടലിൽ അതിക്രമിച്ചു കയറിയ ആളെ തിരിച്ചറിഞ്ഞു. ആരാ അത്? അത് ഒരു ആരാധകനാ. സോറിടാ. ഏയ് സാരില്ലേട്ട. വാക്കുകൾ താക്കോല് പോലെ. ഒരിക്കലും തുറക്കാത്ത ഹൃദയത്തിന്റെ വാതിൽ തുറക്കാനും ഒരിക്കലും തുറക്കാത്ത വിധം പൂട്ടുവാനും വാക്കുകൾക്ക് കഴിയും. ഏട്ടന്റെ വാക്കുകള് എന്നും എന്റെ ഹൃദയം തുറപ്പിച്ചിട്ടേ ഉള്ളൂ. എന്തൊക്കെ ശിവ പറയുന്നേ? സന്യാസിയാവാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ലാതില്ല. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചിലത് ചെയ്തു തീർക്കാനുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. നിനക്ക് നമ്മുടെ റെസ്റ്റോറന്റ് നോക്കി നടത്തിക്കൂടെ? ഏട്ടാ, ഒരാളുടെ ഇഷ്ടമാണ് അയാളുടെ ജോലി. എനിക്ക് കുറച്ചുകൂടി യാത്ര ചെയ്യണം, ലോകം കാണണം. ഞാനൊരു വെബ് ചാനൽ തുടങ്ങാൻ പോവാ. മനസ്സിൽ ചില പ്രോഗ്രാംസിന്റെ ഫോർമാറ്റുകളുണ്ട്. എല്ലാം ഒന്ന് പൊടി തട്ടിയെടുക്കണം. ഗുരുജി തന്നുവിട്ടതാ. അദ്ദേഹത്തിന്റെ പ്രസാദമാ. ഇത് രണ്ടുപേരും കഴിക്കണം. ഒരു ദിവസം രണ്ടുപേരും കൂടി ഗുരുജി ചെന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിന്റെ ഈ മാറ്റം. മാറ്റത്തിന് വിധേയമാകാത്തതായിട്ട് എന്താണുള്ളത്? അതുപോലെ നിങ്ങളും മാറും. മാറിയേ തീരൂ. പിടിക്കേ. നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഇനിയെങ്കിലും നിനക്ക് സമാധാനത്തോടെ ജീവിച്ചുകൂടെ? ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ പറയുന്നേ? നീ എന്തിനാ വീണ്ടും അസുബാധയെ കാണാൻ വേണ്ടി പോയത്? അമ്മ എന്നെ തെറ്റിദ്ധരിച്ചോ? പിന്നെ ടിവിയിലൊക്കെ വാർത്ത വന്നല്ലോ. അതൊന്നും ശരിയല്ലമ്മേ. ഞാൻ അവിടെ പോയിട്ടേ ഇല്ല. ഞാൻ ഗുരുജിയുടെ അടുത്തായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ അമ്മ ഏട്ടനോട് ചോദിച്ചു നോക്ക്. കമ്മീഷണർ ഇപ്പൊ ഏട്ടനെ വിളിച്ചതേ ഉള്ളൂ അമ്മേ. അത് ഞാനല്ലമ്മേ. അമ്മ പേടിക്കണ്ട. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇനി. മൈലിറ്റി കണ്ണ, എല്ലാരും ഡൗട്ട് അടിച്ചു. അത് നീയാണെന്ന് കരുതി. ഇപ്പോഴാ അമ്മയ്ക്ക് ശ്വാസം നേരെ വീണത്.
അന്ന് ലൊക്കേഷനിൽ പോയത് പോലും ഒരു അബദ്ധത്തിൽ പറ്റിപ്പോയതാ. ഇനി ഞാൻ അതൊന്നും ആവർത്തിക്കില്ല. ഷുവർ? ഷുവർ. ഇപ്പോഴും അമ്മയ്ക്ക് സമാധാനായിരുന്നു. ഐ ആം ഹാപ്പി മൈസൺ. ആഹാ ഇത് കൊള്ളാലോ. ആ ഇളയ മകനെ കണ്ടപ്പോഴേക്കും അമ്മയുടെ അംബിക ചിറ്റ സ്ഥലം വിട്ടോ? ഒന്ന് പോടി അവിടുന്ന്. അല്ല, ആരെ ഈ അമ്പിക ചിറ്റ? ആ, ആ. അയ്യോ, ശിവയ്ക്ക് അംബിക ചിറ്റ അറിയില്ല. മിണ്ടരുത്. നോ മൈസൺ, നത്തിങ്. ചുമ്മാ പറയാ നീ. ഉവ്വ് ഉവ്വേ. ആ ജ്യോതി, ആ, നീ നോക്കി, ഇവിടെ നല്ല മാറ്റം ഉണ്ടല്ലേ? അല്ലെങ്കിൽ തന്നെ ശിവയ്ക്ക് എന്താ കുഴപ്പം? ആണോ? എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞ് ഓരോരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. ആ, എടാ നീ ഫ്രഷ് ആയിട്ട് വാ, അപ്പൊ ഫുഡ് എടുത്ത് വെക്കാം. എനിക്കൊരു ആനെ തിന്നാനുള്ള വിശപ്പുണ്ട്. ആ അമ്മ വേഗം ഫുഡ് എടുത്ത് വെക്ക്, ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ ഓക്കെ, വാ മോളെ വാ. മായച്ചി, എന്തടി? ഞാൻ എവിടെയെല്ലാം നോക്കി. നീ ഇവിടെ നോക്കിയോ? ഒന്നിങ്ങോട്ട് നോക്ക് മായച്ചി. എന്താടി? ദേ ഇത് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്. എന്താ ഇത്? നോക്ക്. അംബികച്ചിട്ടയുടെ സാരി ഓർണമെന്റ്സ് ആയത്. ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? അമ്മയുടെ മുറി ക്ലീൻ ചെയ്യുമ്പോ അലമാരിന്ന് കിട്ടിയതാ. ഒരു കവറിലാക്കി ഇത് അലമാരയുടെ ഒരു മൂലയ്ക്ക് വെച്ചിരിക്കായിരുന്നു. ഇതിനകത്തൊരു കള്ളത്തരം മണക്കുന്നില്ലേ മായച്ചി? ഈ ഞാൻ ആരാ? അമ്മ. അല്ല, അംബിക. ഞാൻ പാൽക്കഞ്ഞിയേ കുടിക്കാറുള്ളൂ. അയ്യോ, ഉണ്ടാക്കിയ പാൽക്കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് എടുത്ത് കളഞ്ഞിട്ടല്ലേ പുട്ടുകടല ഉണ്ടാക്കിയത്. എന്ത്? നമ്മുടെ പാൽക്കഞ്ഞി കളഞ്ഞെന്നോ? നിന്നെയൊക്കെ ശപിച്ച് ഭസ്മമാക്കും ഞാൻ. ഇപ്പൊ എനിക്കും സംശയം തോന്നുന്നു. അമ്മ നമുക്ക് പണി തന്നതാണോ? അഭിനയിക്കായിരുന്നോ അമ്മ നമുക്ക് മുന്നില്? നേരത്തെ ഇതുപോലെ അംബികച്ചിട്ടയുടെ ആത്മാവ് കയറിയെന്നൊന്നും ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയാവുന്നത് അമ്മാവും പറഞ്ഞിട്ടാ. അമ്മയുടെ അലമാരിയില് അംബിക ചിറ്റിയുടെ വേറെ വല്ല ഡ്രസ്സും സൂക്ഷിച്ചിട്ടുണ്ടോ? അതൊന്നും ഞാൻ കണ്ടില്ല. അംബികച്ചിട്ട് മരിച്ചിട്ട് എത്ര നാളായി? അവരൊന്നും ഇവിടെ താമസിച്ചിട്ട് പോലുമില്ല. പിന്നെ അമ്മയ്ക്ക് ഈ വേഷം എവിടുന്ന് കിട്ടി? ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചതാവില്ലേ? കറക്റ്റ്. കടയിൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ച അതിനർത്ഥം അമ്മ ഇത് നേരത്തെ പ്ലാൻ ചെയ്തെന്ന് തന്നെയാ. അതേസമയം ഇത് നേരത്തെയുള്ള അമ്മയുടെ ഡ്രസ് ആണെങ്കിൽ ബാധ കയറിയപ്പോ എടുത്തുടുത്തതാണെന്നും സംശയിക്കാം. എന്തായാലും ഇതിന്റെ രഹസ്യം കണ്ടുപിടിച്ചേ പറ്റൂ. ഇപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. അമ്മാവന്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴാണല്ലോ അമ്മയ്ക്ക് ഈ മാറ്റം വന്നത്. അങ്ങനെയാണെങ്കിൽ അമ്മ ഇത് അഭിനയിച്ചത് തന്നെ ആവണം. എന്തൊരു അഭിനയായിരുന്നു. അംബികച്ചിട്ടയ്ക്ക് പാൽക്കഞ്ഞി വേണം പോലും. പാൽക്കഞ്ഞി ഉണ്ടാക്കിയപ്പോ പത്മാവതി അമ്മ വരുന്നു, പൊട്ടും കടലും ചോദിക്കുന്നു. എന്തൊക്കെയായിരുന്നു പുകില്. ഇതൊക്കെ അമ്മ നമ്മളെ പറ്റിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ
ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ എന്താ ഒരു വഴി? ഇത് പുതിയതാണെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വാങ്ങിയതിന്റെ ബില്ല് അലമാരിയിൽ എവിടെയെങ്കിലും കാണും. തൽക്കാലം നമ്മൾ ഇതെടുത്ത കാര്യം അമ്മ അറിയണ്ട. നീ ഇതവിടെ കൊണ്ടുപോയി തിരികെ വെച്ച് ആ ബില്ല് തപ്പിയെടുക്കാൻ നോക്ക്. അത് കിട്ടിയാ നമുക്ക് ഉറപ്പിക്കാം അമ്മയുടെ പ്ലാനിങ് എന്തായിരുന്നു എന്ന്. മായച്ച് നോക്കിക്കും. എന്ത് റിസ്ക് എടുത്തും ഞാൻ ആ ബില്ല് കണ്ടുപിടിക്കും. അമ്പികച്ചിട്ട് നമ്മൾ പൊളിച്ചടുക്കും. നോക്കിക്കോ. എന്തായിരുന്നു അഭിനയം? എന്തായാലും ആ ബില്ല് കിട്ടട്ടെ. അംബികച്ചിട്ട് പൊളിച്ചടുക്കി കൊടുക്കാം. എന്തിനാ അമ്മേ എല്ലാവരോടും വരാൻ പറഞ്ഞത്? എന്തു പറ്റി? ഒന്നും പറ്റാതിരിക്കാനാ എല്ലാരെയും ഒരുമിച്ച് വിളിപ്പിച്ചത്. എന്തെങ്കിലും വിശേഷമുണ്ടോ അമ്മേ? അതോ ഇന്നും അംബികച്ചിട്ട വരുമെന്ന് പറയാനാണോ വിളിച്ചത്? Shut up! കോമഡി പറയാനല്ല ഞാൻ എല്ലാരെയും വിളിച്ചു വരുത്തിയത്. ഐ ആം സീരിയസ്. അമ്മ പറയൂ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ സസ്പെൻസ് ഇടല്ലേ അമ്മ? നോ സസ്പെൻസ്. പലരും കൂടിയാ പാമ്പ് ചാകില്ല എന്ന് ഒരു പഴമൊഴിയുണ്ട്. കേട്ടിട്ടുണ്ടോ? അതിനിവിടെ പാമ്പുണ്ടോ അമ്മ? പാമ്പും കീരിയും ചേരയും എല്ലാം ഉണ്ട്. അതൊക്കെയാണല്ലോ എന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾ തമ്മിൽ വഴക്കിടാതിരിക്കാൻ വേണ്ടി ഞാനൊരു പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. എന്ത് പ്ലാൻ? വർക്ക് അറേഞ്ച്മെന്റ്. ഇന്നു മുതൽ ഈ വീട്ടിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ജോലികൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അമ്മ പറയുന്ന എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാ. അമ്മയിന് വേറെ പണി തരാനാണോ ഇത്? നിങ്ങളുടെ 4 പേരുടെ ജോലികൾ. നമ്പർ 1 ചിത്ര. ഈ വീട്ടിലെ തോട്ടപ്പണികളും അലങ്കാര പണികളും ഇതെല്ലാം ചിത്രയ്ക്കുള്ളതാ. ബേട്ടി ഓക്കെ അല്ലേ? ഓക്കെ അമ്മേ. നമ്പർ 2 താര. നിലം തുടയ്ക്കൽ, കഴുകൽ, ടോയ്ലറ്റ് ക്ലീനിങ് ഇതെല്ലാം താരയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ടോയ്ലറ്റ് കഴുകാനോ? എന്താ പറ്റില്ല? എന്നാ വേറെ പണി തരാം. അയ്യോ വേണ്ട, ഞാൻ ഇത് തന്നെ ചെയ്തോളാം. എന്തായാലും തോട്ടപ്പണിയേക്കാൾ എളുപ്പം. അപ്പൊ മായച്ചയ്ക്കോ? ഇനി മുതൽ മായയായിരിക്കും ഈ വീട്ടിലെ ഷെഫ്. എന്ന് പറഞ്ഞ കുക്ക് അല്ലേ? അടുക്കളക്കാരിയെന്നും വേണമെങ്കിൽ പറയാം. ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല മായയ്ക്കാണ്. സാരമില്ല, നോക്കാം. മായ, നീ ഓക്കെ അല്ലേ? കിച്ചന്റെ എല്ലാത്തിനും ഓർഡർ വരണമെങ്കിൽ
നീ വരണം കിച്ചണില്. അപ്പോ ജ്യോതിക്കോ? ഈ വീട്ടിലെ ജോലിയൊന്നും അവൾക്കില്ലേ? നോ, അവളുടെ ഡ്യൂട്ടി തീരുമാനിക്കുന്നത് ഞാനല്ല, അവളുടെ ഹസ്ബൻഡാ, മൈ സൺ. ഫ്രം ടുഡേ ജ്യോതിയെ PK റെസ്റ്റോറന്റിന്റെ മാനേജരായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. റെസ്റ്റോറന്റ് മാനേജറോ? ആര്? ഇവളോ? യെസ്, ദിസ് ഇസ് നോട്ട് മൈ ഡിസിഷൻ. എന്തു പറയുന്നു ബേട്ടി? ഹാപ്പി അല്ലേ? ഇതിപ്പോ ഹിറ്റ്ലർ തീരുമാനിച്ചതല്ലേ, ചെയ്യാതെ പറ്റില്ലല്ലോ. ഇത് പറ്റില്ല. ഞങ്ങൾക്കെല്ലാം അടുക്കള പണിയും, ഇവള് റെസ്റ്റോറന്റ് മാനേജറോ? ഇത് ഞങ്ങളെ അപമാനിക്കാൻ അമ്മ മനഃപൂർവ്വം ചെയ്തതാ. ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയാത്ത, ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത ഇവൾക്ക് എങ്ങനെ ഹോട്ടൽ നോക്കാൻ പറ്റും? ഇവൾക്ക് നല്ലത് അടുക്കളപ്പണിയാ. അമ്മേ, റെസ്റ്റോറന്റ് ഞാൻ നോക്കാം. നോ, ദിസ് ഈസ് ഫൈനൽ. ഇവള് അവിടെ ചെന്ന് മണ്ടത്തരങ്ങൾ കാണിച്ച് ആ റെസ്റ്റോറന്റ് മിക്കവാറും ഇവള് പൊട്ടിക്കും. അതെ, അത് DK നോക്കിക്കോളും. അമ്മേ, ഇത് ശരിയല്ല. ഇതില് മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. വാട്ട് മാറ്റം? നോ മാറ്റം. ദിസ് ഈസ് ഫൈനൽ. നോ ടോക്കിംഗ്. പോയി അവരെ ഏൽപ്പിച്ച ജോലി ചെയ്യ. ജ്യോതി, ഗോ. യു ഗോ ടു അടുക്കള. എല്ലാരും ഗോ. ഇനിയാണ് മക്കളെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. അമ്മ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ സമ്മതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് അവിടെ പോയ അബദ്ധങ്ങൾ കാണിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു ഫൂൾ ആവരുത്. റെസ്റ്റോറന്റിലെ കാര്യങ്ങൾ നീ കരുതുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അതിപ്പോ എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള പ്രയാസം ഉണ്ടല്ലോ. കസ്റ്റമേഴ്സിനോടും സ്റ്റാഫിനോടും ഒക്കെ നന്നായിട്ട് പെരുമാറണം. അതൊക്കെ എനിക്കറിയാം. ഇങ്ങനെ തത്തമ്മയെ പൂച്ച എന്ന് നിങ്ങൾ എന്നെ പറഞ്ഞു പഠിപ്പിക്കൊന്നും വേണ്ട. ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ പഠിക്കാവുന്നേ ഉള്ളൂ. ഓ, നാളെ അമരാവതി എന്ന് പോകേണ്ടി വന്നാലും ജീവിക്കാൻ നിനക്കൊരു ജോലി വേണമല്ലോ. അല്ലാതെ സ്നേഹം കൊണ്ട് പറഞ്ഞു തരുന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഏയ്, അങ്ങനെ ഒരു വിചാരവും എനിക്കില്ല. പിന്നെ എങ്ങനെയുണ്ട്? ഇഷ്ടായ? ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? പിന്നെ എന്നാ പിന്നെ ഞാൻ റോഡിൽ കാണുന്ന ആരോടെങ്കിലും പോയി ചോദിക്കാം. അല്ല പിന്നെ, ഭാര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതും അത് ആസ്വദിക്കേണ്ടതും സ്വന്തം ഭർത്താവാ മാഷേ. അതിന് ഭാര്യ ആണെങ്കിലല്ലേ. എന്താ ജ്യോതി, നിന്റെ ജീവിതം ഇങ്ങനെയായി പോയത്? ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നാ പോരാ, ചോദിച്ചതിന് മറുപടി പറ. എനിക്കൊന്നും പറയാനില്ല. ദേ, ആ വാഷ്റൂമിന്നേ നിന്റെ ഹിറ്റ്ലർ ഇപ്പൊ ഇറങ്ങി വരും. കാലി തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് നീ ജോലിക്ക് പോവാൻ നോക്ക്. എല്ലാം ശരിയാവും. അല്ല, നീ ഇതുവരെ പോയില്ലേ?
നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആ, അത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഒന്ന് അനുഗ്രഹിക്കണം ചേട്ടാ. കാല് പിടിക്കുന്നതൊക്കെ കൊള്ളാം. കാലുവാരി വീഴ്ത്താതിരുന്നാ മതി. ചിലപ്പോ വീഴ്ത്തിയൊന്നും വരും. വീഴാതെ നോക്കേണ്ടത് നിങ്ങളാ. വീഴ്ത്താൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷേ കുശിനിക്കാരന്റെ ബോസാ രാജകുമാരി. അത് ഓർമ്മ വേണം. ഇന്നു മുതൽ ഞാനാ ബോസ്. DK റെസ്റ്റോറന്റിന്റെ ഈ DKയുടെയും ബോസ്.